ആര്യവേപ്പിലുണ്ട് നമുക്ക് കുറച്ച് ഹോം മെയ്ഡ് സോപ്പ് ഉണ്ടാക്കിയാൽ. അതിനായിട്ട് കുറച്ച് ആര്യവേപ്പിൽ പറിച്ച് അത് നന്നായിട്ട് വെള്ളത്തിയിട്ട് കഴുകി എടുക്കണം. എന്നിട്ട് അതിന്റെ തണ്ടിൽ നിന്ന് ഇല സെപ്പറേറ്റ് എടുക്കണം. നമുക്ക് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പൊ ഞാൻ ആദ്യം കല്ലിൽ അരയ്ക്കാൻ നോക്കി, പക്ഷേ കാരണം മിക്സിയിലിട്ട് അരച്ചാലേ നന്നായിട്ട് കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് അരഞ്ഞു വന്നാലേ നമുക്ക് ഇതിന് നീരെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഒരു വെള്ളത്തുണി വെച്ച് പിഴിഞ്ഞാണ് നമ്മൾ നീരെടുക്കണേ. അരച്ചെടുക്കാനായിട്ട് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. തന്നെ ഒരു ബേസ് നിറച്ചാലായിട്ട് നമുക്ക് ഈ കിണ്ണത്തിലെ നീരുള്ള നമുക്ക് സോപ്പ് ബേസ് എടുക്കാം. ഇത് 1 കിലോന്റെ ഇതിൽ 250 ഗ്രാം മാത്രമേ എടുക്കുള്ളൂ. പിന്നെ ഇൻസ്റ്റാമാർട്ടിൽ നമ്മൾ ഇത് ഒഴിക്കാനുള്ള മോൾഡ് മേടിച്ചിട്ടുണ്ട്. ഡബിൾ ബോയിൽ മെത്തേഡ് വഴിയാണ് കേട്ടോ നമുക്ക് ഇത് ഉണ്ടാക്കാം. ഈ സോപ്പ് ബേസ് പരമാവധി നൈസ് ആക്കുകയാണെങ്കിൽ അത്രയും വേഗത്തിൽ ഇത് അലിഞ്ഞു കിട്ടും. ഈ സോപ്പ് ബേസ് മുഴുവനായിട്ട് അലിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ആര്യവേപ്പിന്റെ നീര് ചേർത്ത് കൊടുക്കാവേ. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു, കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി നമ്മൾ ചേർക്കേണ്ടത്. ഇത് കസ്തൂരി മഞ്ഞളാണ്. അതിനുശേഷം ഫ്ലേവർ ആയിട്ട് നമ്മൾ ജാസ്മിന്റെ ഫ്രാഗ്രൻസ് ആണ് എടുക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ തീർന്നു. അങ്ങനെ ചെറു ചൂടോടെ തന്നെ നമ്മൾ ഈ മോൾഡിലോട്ട് ഒഴിക്കണേ. അപ്പൊ നമ്മൾ ഈ മിച്ചം വരുന്നത് പാത്രങ്ങളിൽ വല്ലതും ഒഴിക്കുകയാണെങ്കിൽ പാത്രത്തിൽ കുറച്ച് എണ്ണയും കൂടി അപ്ലൈ ചെയ്യണേ. ഇതിൽ പാത വരുമ്പോൾ നമ്മൾ ഒരു സ്പൂൺ വെല്ലം വെച്ചിട്ട് ആ പാതയിൽ നിന്ന് എടുത്ത് കളയാം. പിന്നെ ഇത് സെറ്റ് ആവാനായിട്ട് റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ 2 മുതൽ 3 മണിക്കൂർ, ഫ്രിഡ്ജിലാണെങ്കിൽ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ സെറ്റ്.